എക്കാലത്തെയും മികച്ച കെ പോപ്പ് ഗ്രൂപ്പായ BTS ഇതുവരെ മെറ്റ് ഗാലയിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? 2026 മെറ്റ് ഗാലയിൽ ബ്ലാക്ക് പിങ്ക് മെമ്പേഴ്സ് എല്ലാം പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പായ മുതൽ ഈ വിഷയം ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കെ പോപ്പ് രാജാക്കന്മാരായ BTSലെ ഒരു അംഗം പോലും മെറ്റ് ഗാലയുടെ റെഡ് കാർപ്പറ്റിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. BTSന് ശേഷം ഡെബ്യൂട്ട് ചെയ്ത സ്ട്രേ കിഡ്സ് പോലും മെറ്റ് ഗാലയിൽ വന്ന് ചരിത്രം സൃഷ്ടിച്ചു. ഇത് ഫാഷൻ രംഗത്തെ BTSന്റെ സ്വാധീനത്തെക്കുറിച്ച് ചിലരെയെങ്കിലും ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ അവർക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ടോ ക്ഷണം ലഭിക്കാത്തതുകൊണ്ടോ അല്ല, മറിച്ച് സമയം ഒത്തുവരാത്തതുകൊണ്ടാണ്. സാധാരണയായി മെയ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് മെറ്റ് ഗാല നടക്കാറുള്ളത്. ആ സമയത്തെല്ലാം BTS തിരക്കിലായിരുന്നു. BTS പലപ്പോഴും വേൾഡ് ടൂറുകളിലും ആൽബം പ്രൊമോഷനുകളിലും കൺസേർട്ടുകളിലുമായി തിരക്കിലായിരുന്നു. പിന്നീട് 2023 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഗ്രൂപ്പ് ഒന്നടങ്കം മിലിറ്ററി സർവീസിൽ ആയതിനാൽ മെറ്റ് ഗാലയിൽ പങ്കെടുക്കുക എന്നത് അസാധ്യമായി മാറി. ഇതിനിടയിൽ ജങ്കുക്കും വിയും മെറ്റ് ഗാലയിൽ പങ്കെടുക്കും എന്ന റൂമേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട്. ബ്ലാക്ക് പിങ്ക് വ്യക്തിഗതമായ വാണിജ്യ മൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന ബിസിനസ് മോഡലാണ് പിന്തുടരുന്നത്. എന്നാൽ BTS എപ്പോഴും ഒരു ഗ്രൂപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് BTSന്റെ മെക്സിക്കൻ പ്രസിഡന്റ് പാലസ് സന്ദർശനം. വെറുമൊരു സംഗീത ഗ്രൂപ്പ് എന്നതിലുപരി ആഗോളതലത്തിൽ വലിയ സ്വാധീനമുള്ള സാംസ്കാരിക പ്രതിനിധികളായാണ് BTSനെ കണക്കാക്കുന്നത്. മെക്സിക്കോയിലെ അവരുടെ സന്ദർശന വേളയിൽ രാജ്യത്തെ പരമോന്നത ഭരണാധികാരികളുടെ ആദരം ഏറ്റുവാങ്ങാനും ഭരണസിരാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും BTSന് സാധിച്ചു. മെറ്റ് ഗാല പോലുള്ള ഫാഷൻ വേദികളിൽ അവരെ കണ്ടില്ലെങ്കിലും ഐക്യരാഷ്ട്രസഭയിലും വിവിധ രാജ്യങ്ങളുടെ പ്രസിഡന്റ് കൊട്ടാരങ്ങളിലും അവർ അതിഥികളായെത്തുന്നത് അവരുടെ ആഗോള സ്വാധീനം എത്രത്തോളമാണെന്ന് തെളിയിക്കുന്നു.